തുടരുന്നു. അതെ, അവർ രണ്ടുപേരും തുടരുന്നു. കാരണം അവർക്ക് 75 വയസ്സെന്ന അവരുടെ പ്രായപരിധി 75 വയസ്സെന്ന അവരുടെ പ്രായപരിധി ആയിട്ടില്ല. ജൂൺ മാസത്തിൽ മാത്രമാണ് ഇ പി ജയരാജന് 75 വയസ്സ് തികയുള്ളൂ. സെപ്റ്റംബർ മാസത്തിൽ മാത്രമേ ടി പി രാമകൃഷ്ണൻ 75 വയസ്സ് തികയുള്ളൂ. അതുകൊണ്ട് അവർ രണ്ടുപേരും സംസ്ഥാന കമ്മിറ്റിയിൽ തുടരുകയാണ്. കേന്ദ്ര പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അവർക്ക് 75 വയസ്സ് കഴിയില്ല. അതുകൊണ്ട് ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റിയിലും തുടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ രണ്ട് ഭാരവാഹികൾ വി വസീഫും അതുപോലെ തന്നെ വി കെ സനോജ് സംസ്ഥാന സെക്രട്ടറിയും വി വസീഫ് കോഴിക്കോട് നിന്നുള്ള സംസ്ഥാന പ്രസിഡന്റുമാണ്. ഇവർ രണ്ടുപേരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അദ്ദേഹം തൃശൂരിൽ നിന്ന് ആർ ബിന്ദു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു. എറണാകുളം മേയറായ എം അനിൽകുമാറിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള നേതാവ് കെ പ്രസാദിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്നുള്ള പി ആർ രഘുനാഥിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് എസ് ജയമോഹനെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് മറ്റു ചില പേരുകൾ കൂടി കേട്ടിരുന്നു. പക്ഷേ എസ് ജയമോഹനെ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വാമനപുരം എം എൽ എ ആയ ഡി കെ മുരളിയെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ 17 പേരെയാണ് പുതുതായിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ കൂടി വരാനുണ്ട്. കാരണം എത്ര പേര് പുറത്തേക്ക് പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും 17 പേരെ പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 89 അംഗ സംസ്ഥാന കമ്മിറ്റിക്കാണ് കൊല്ലം സംസ്ഥാന സമ്മേളനം അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കണം. അത് എം വി ഗോവിന്ദൻ അല്ലാത്ത മറ്റൊരു പേര് ഇത് ഉയർന്നിട്ടുമില്ല, പുതിയ സൂചനകളുമില്ല. എങ്കിൽ തന്നെയും എം വി ഗോവിന്ദന്റെ പേര് ആര് നിർദ്ദേശിക്കും? അതിന്റെ ഒരു സാങ്കേതികത്വം എങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിന്റെ? സൈഫ്, പുതിയ സംസ്ഥാന കമ്മിറ്റി ചേർന്നുകൊണ്ട് പുതിയ സംസ്ഥാന കമ്മിറ്റിയാണ് പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത്. പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ പാനൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിക്കുകയും പാർട്ടി സംസ്ഥാന സമ്മേളനം അത് അംഗീകരിക്കുകയും ചെയ്യും. സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചാൽ ഉടനെ തന്നെ പുതിയ സംസ്ഥാന കമ്മിറ്റി ചേരും. പുതിയ സംസ്ഥാന കമ്മിറ്റി ചേർന്നുകൊണ്ട് ഒരു പേര് ഇപ്പോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുതിർന്ന നേതാക്കളോ ഒരാളുടെ പേര് നിർദ്ദേശിക്കും. ആ നിർദ്ദേശത്തെ ഒരാൾ പിന്താങ്ങും. പിന്നീട് പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കും. അതാണ് അതിന്റെ ഒരു നടപടിക്രമം. ആ നടപടിക്രമം വലിയ തർക്കങ്ങളില്ലാതെ സാധാരണഗതിയിൽ CPM-ൽ നടന്നു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും എം വി ഗോവിന്ദന്റെ പേരാണ് നിർദ്ദേശിക്കുന്നത്, അദ്ദേഹം തന്നെ സംസ്ഥാന സെക്രട്ടറിയായി തുടരുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കുമ്പോൾ ഒരാൾ പിന്താങ്ങുകയും അത് സംസ്ഥാന കമ്മിറ്റി പുതിയ സംസ്ഥാന കമ്മിറ്റി അത് അംഗീകരിക്കുകയും ചെയ്യും. പിന്നീട് സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ വിളിച്ചുകൂട്ടി ഇതാണ് തീരുമാനം എന്നറിയിച്ച് പാർട്ടി സംസ്ഥാന സമ്മേളനം അത് അംഗീകരിച്ചെടുക്കുന്നു. അതാണ് അതിന്റെ നടപടിക്രമം. എന്തായാലും ആ തീരുമാനം അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമാകും. കാരണം പാനൽ അവതരിപ്പിച്ച് അത് സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇനി അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക തീരുമാനം വരികയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനങ്ങൾ, സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യും. സൂസൻ കോടിയാണെന്ന് തോന്നുന്നു പുറത്തായ മറ്റൊരാൾ. അവിടെ നിന്ന് എസ് ജയമോഹനെ പുതുതായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സൂസൻ കോടിക്ക് പ്രായപരിധി ഒരു പ്രശ്നമാകുന്നില്ല. അങ്ങനെയെങ്കിൽ കൊല്ലത്തെ വിഭാഗീയ തന്നെ ആയിരിക്കുമോ കാരണം? അതെ, കരുനാഗപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ അവിടെ ഉണ്ടായിരുന്നു. അവിടെ പാർട്ടിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമ്മേളനം പിന്നെ വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അതിന്റെ പേരിൽ ഒരുപക്ഷെ സൂസൻ കോടിയെ മാറ്റി നിർത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് അറിയിക്കുന്നത്. നമുക്ക് ഇതുവരെ ലഭിച്ച ലിസ്റ്റിൽ സൂസൻ കോടിയുടെ പേര് കാണുന്നില്ല. നമുക്ക് അല്ലാത്ത ചില പേരുകൾ ഉണ്ട്. അത് പഴയ സംസ്ഥാന കമ്മിറ്റിയുടെ ആണ്. പിണറായി വിജയൻ, അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ, ഇ പി ജയരാജൻ, തോമസ് ഐസക്, കെ ശൈലജ, എളമരം കരീം, ടി പി രാമകൃഷ്ണൻ, കെ എൻ ബാലഗോപാൽ, പി രാജീവ്, കെ രാധാകൃഷ്ണൻ, CS സുജാത, പി സതീദേവി, പി കെ ബിജു, എം സ്വരാജ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ PB അംഗങ്ങളുടെയും അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെയും പേര് കഴിഞ്ഞിട്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് PK ശ്രീമതിയുടെ പേരില്ല. സ്വാഭാവികമായിട്ട് കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പ്രായപരിധി 75 വയസ്സെന്ന പ്രായപരിധി കടന്നു. അതുകൊണ്ട് PK ശ്രീമതിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്നുകൂടി നമുക്ക് കൊടുക്കാം. സൈഫുദ്ദീൻ PK ശ്രീമതിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നീട് ഉള്ളത് പി സതീദേവി, പി കെ ബിജു, എം സ്വരാജ്, PA മുഹമ്മദ് റിയാസ്, KK ജയചന്ദ്രൻ, VN വാസവൻ, സജി ചെറിയാൻ, പുത്തലത്ത് ദിനേശൻ, KP സതീഷ് ചന്ദ്രൻ, CH കുഞ്ചമ്പു, MV ജയരാജൻ, P ജയരാജൻ, അങ്ങനെ പോകുന്നു. അത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PK ശ്രീമതി സംസ്ഥാന കമ്മിറ്റിയിലില്ല. പ്രായപരിധിയുടെ പേരിൽ PK ശ്രീമതിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ 17 പേരിൽ കുറച്ച് പേരുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ബാക്കി ചില പേരുകൾ കൂടി കിട്ടേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനൊക്കെ തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പങ്കുവെക്കാം. സൈഫുദ്ദീൻ, ശരി. എന്തായാലും നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ട പേരുകളെല്ലാം പുതിയ സംസ്ഥാന സമിതിയിൽ 89 അംഗ സമിതിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് പുതിയ ജില്ലാ പ്രസിഡന്റുമാർ 5 പേർ. അവർ 5 പേരും സംസ്ഥാന സമിതിയിലേക്ക് എത്തുന്നു. ഒന്ന്
കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാൽ, വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ്, മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ, ഒപ്പം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ എന്നിവരാണ്. ശ്രദ്ധേയ മുഖങ്ങൾ രണ്ടുപേർ ജോൺ ബ്രിട്ടാസും ബിജു കണ്ടക്കയുമാണെന്ന് തോന്നുന്നു. സെയ്ഫ്, അവരുടെ ഒരു വരവ് എങ്ങനെയായിരുന്നു? അത് അവർ രണ്ടുപേര് ക്ഷണിതാക്കളായിരുന്നു. ഓഫീസ് സെക്രട്ടറിയാണ്, AK സെന്ററിന്റെ ഓഫീസ് സെക്രട്ടറിയാണ് ബിജു കണ്ടക്കായി. ഓഫീസ് സെക്രട്ടറിമാരെ സാധാരണ ക്ഷണിതാവായി നിർത്താറുണ്ട്. കാരണം ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് അവരാണ്. ബിജു കണ്ടക്കായി ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരമായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് സൈഫുദ്ദീൻ. ഇപ്പോ വരുന്ന പുതിയ വിവരം, നമ്മൾ 17 എന്നാണ് പറഞ്ഞത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 15 ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. 15 പേര് പുതുതായിട്ട് ഉൾപ്പെടുത്തി എന്ന നിലയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാരണം പെട്ടെന്ന് വിവരം കൈമാറുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയ ചില തെറ്റുകളും പറഞ്ഞിരുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. 15 എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമുക്ക് കൊടുക്കാമെന്ന് തോന്നുന്നു. അതേപോലെ സൂസൻ കോടി, കൊല്ലത്ത് നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗമായ സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ കരുനാഗപ്പള്ളിയിലെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സൂസൻ കോടി മാറ്റി നിർത്തിയിരിക്കുന്നത്. വനിതയായിട്ട് പുതുതായിട്ട് വന്നിട്ടുള്ളത് 2 പേരാണ്. കെ ശാന്തകുമാരി, കോങ്ങാട് MLA ആണ് കെ ശാന്തകുമാരിയെയും അതുപോലെ തന്നെ R ബിന്ദുവിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർ 2 പേരെയുമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് അല്പസമയത്തിനകം തന്നെ ബാക്കി വിശദാംശങ്ങൾ കൂടി ഞാൻ പങ്കുവെക്കാം. സൈഫുദ്ദീൻ 2 മിനിറ്റ് സമയം എനിക്കും തരണം.